Hey, what's up guys? Welcome back. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലും കണ്ട പോലെ തന്നെ ആട് ജീവിതം അല്ലെങ്കിൽ ദ ഗോഡ് ലൈഫിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗോഡ് ലൈഫ് മാർച്ച് 28 റിലീസായി. ഡയറക്ട് ചെയ്തിരിക്കുന്നത് ബ്ലസ്സി സാറാണ്. ഈ മൂവി ചെയ്യാനായിട്ട് ഏകദേശം 16 വർഷം എടുത്തു. അതായത് 16 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തതാണ്. നല്ല എക്സ്പെരിമെന്റ് ചെയ്തും പഠിച്ചും നല്ല ലൊക്കേഷനൊക്കെ നല്ല രീതിക്ക് എക്സാമിൻ ചെയ്താണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അതായത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ്യൂം, മേക്കപ്പ്, CGI, VFX, കാസ്റ്റ്, BGM, സൗണ്ട് ഡിസൈനിങ്, ഈ സിനിമയിലെ എല്ലാ മേഖലയും നല്ല രീതിക്ക് ഡെഡിക്കേഷനും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കാണാനുണ്ട് ഈ സിനിമയിൽ. ആ ഒരു ലെവൽ ഓഫ് മേക്കിംഗ് ആണ് ഈ മൂവിക്ക്. നമുക്ക് എന്തോന്ന് പറയാം, നമ്മുടെ ഒരു അഭിമാനത്തോടുകൂടി പറയാം, നമ്മുടെ ബോളിവുഡ് മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു കിടിലം ക്ലാസിക് മൂവി തന്നെയാണ് ദ ഗോഡ് ലൈഫ്, ആട് ജീവിതം. സത്യം പറയല്ലോ, ഓസ്കാർ ലെവൽ മൂവിയാണ്. അത് കണ്ടവർക്കറിയാം. പിന്നീട് ഈ സ്റ്റോറി എന്ന് പറയുന്നത് ആട് ജീവിതം ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് ഇതിന്റെ സ്റ്റോറി ലൈനൊക്കെ അറിയായിരിക്കും. ഞാൻ ഡയറക്റ്റ് ബുക്ക് വായിച്ചിട്ടില്ല, സിനിമയാണ് ഡയറക്റ്റ് കാണാൻ പോകുന്നത്. ബുക്ക് വായിച്ചിട്ടുള്ളവർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബുക്ക് വായിച്ച് കരഞ്ഞ കുറെ പേരുണ്ട്. അങ്ങനത്തെ ഒരു സർവൈവൽ സ്റ്റോറിയാണ് ആട് ജീവിതം. സ്റ്റോറി ഇതാണ്, ഒറിജിനൽ കഥയാണ്. ഒരാളുടെ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ, അതായത് നജീബിക്കയുടെ ഒറിജിനൽ സ്റ്റോറിയാണ്, അദ്ദേഹത്തിന്റെ ഒറിജിനൽ ലൈഫാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. രാജുവേട്ടന്റെ പെർഫോമൻസ്, പൃഥ്വിരാജിന്റെ പെർഫോമൻസ്, എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അങ്ങനെ പറയാനേ പറ്റുള്ളൂ. നമ്മൾ ഈ ജനഗണമനയിൽ കണ്ട അഭിനയത്തിന്റെ അതുക്കും മേലെയാണ് ഇതിന്. ലെവല് പെർഫോമൻസ് ആണ് രാജുവേട്ടൻ്റെത്. നമുക്കിതൊരു കുറെ ചില സീരിയലൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് വിഷമം വന്നു. ആ രീതിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് രാജുവേട്ടൻ ഈ സിനിമ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് പെർഫെക്ഷനോടുകൂടിയാണ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ. നമുക്ക് കുറെ സീനുകൾ കാണുമ്പം കരഞ്ഞു. ഈ സിനിമ കണ്ടിറങ്ങുമ്പോ സത്യം പറഞ്ഞാൽ സൈലന്റ് ആയിരിക്കും. ഇവര് കഷ്ടപ്പെട്ട സിറ്റുവേഷനൊക്കെയാണ് ആലോചിച്ചിട്ടുണ്ടെന്ന്. ഇത്രയും ഈ സിനിമയില് നമ്മൾ കാണുന്ന സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ തന്നെയാണ് റിയൽ ലൈഫിലും നജീബ് എന്ന് പറയുന്ന ആള് ഫേസ് ചെയ്തിട്ടുള്ളത്. സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ ശരിക്കും സൈലന്റ് ആയി പോകും. ആ സിറ്റുവേഷൻ ആലോചിച്ച് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ സിറ്റുവേഷൻ ആലോചിച്ചു എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചോ ഈ സിനിമ കാണുമ്പോൾ. ആ ലെവൽ ഓഫ് കിട്ടില്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. ആ സിനിമയുടെ CGI എന്നൊക്കെ വെച്ചാൽ കിടിലാണ്. നല്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇത്രയും നല്ല CGI ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. CGI ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് AR റഹ്മാനാണ്. ലെജൻഡറി ആണ്, ലെജൻഡറി. സൗണ്ട് ഡിസൈനിങ് ഒക്കെ ചെയ്തിരിക്കുന്നത് റസൂൽ പൂഗിറ്റിയാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. കിടിലം തന്നെയാണ് സൗണ്ട് ഡിസൈനിങ് ഒക്കെ ആണെങ്കിൽ. കാസ്റ്റുകളും കിടിലാണ്. ആരെ പറ്റി നമുക്ക് ഒരു കുറവും പറയാനില്ല. ഇപ്പൊ രാജുവേട്ടന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, വേറെ ലെവല് പെർഫോമൻസ് ആണ്. പിന്നീട് ഹക്കീം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചേട്ടൻ ചെയ്തു, ഗോകുൽ എന്ന് പറഞ്ഞ ചേട്ടൻ, പേര് കറക്റ്റാണെന്ന് പറഞ്ഞ ഗോകുൽ എന്ന് പറഞ്ഞ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് പറയേണ്ട തന്നെയാണ്. പിന്നെ അവിടെ ഒരു ഹിന്ദി വാല എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്, അറബികൾ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആഫ്രിക്കൻ കിടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനൊന്നുമില്ല. പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, ഇതിലൊരു സീനുണ്ട്, അത് കണ്ട നമ്മള് ഞെട്ടിപ്പോകുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ കാണുമ്പോ ആ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കാണാൻ അത് വലിയൊരു ഷൗട്ടൗട്ട് കൊടുത്തേ പറ്റുള്ളൂ. ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ ബോഡി നമുക്ക് ലിറ്ററലി ബോഡിയിലെ ആ എല്ലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ രീതിക്ക് പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് വേണ്ടി ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞേ പറ്റുള്ളൂ. അത് ഞാൻ ആദ്യം ആ ഷോട്ട് കണ്ട സമയത്ത് പൃഥ്വിരാജ് ആയിരിക്കും അതിന് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്തതായിരിക്കൂ എന്ന് ആ സമയത്ത് തോട്ട് വന്നു. പക്ഷെ കുറെ ചില ഇന്റർവ്യൂലൊക്കെ കണ്ടതാണ് പൃഥ്വിരാജ് തന്നെയാണ് ആ സീരിയൽ ചെയ്തേക്കുന്നത്. അത് പറഞ്ഞേ പറ്റുള്ളൂ. സീരിയൽ കാണണം നിങ്ങൾ. സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം, എന്നാലേ ഒരു ഫീൽ കിട്ടുള്ളൂ. ഈ നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഹക്കീം എന്ന് പറഞ്ഞ ക്യാരക്ടറും ഇവിടെ ദുബായ് സൗദി അറേബ്യ ഇവിടെ വന്ന് ഇവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, ഹിന്ദി അറിഞ്ഞൂടാ, അറബി അറിഞ്ഞൂടാ. ഈ 3 ലാംഗ്വേജ് അറിയാതെ ഒരു അറബിയുടെ അടുത്ത് പെട്ടുപോവായിരുന്നു. അവിടെ പെട്ടുപോയി 3-4 പ്രാവശ്യം അവരെ കൂട്ടരി അവര് നല്ല പണിയെടുപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും പിന്നെ ആടുകളെയും
മറ്റേ ഒട്ടകത്തിനെയൊക്കെ മേക്ക് ചെയ്യണം. 4 വർഷം അവിടെ വന്ന് കഷ്ടപ്പെടേണ്ടത്. ആ മരുഭൂമിയിലൊക്കെ രക്ഷപ്പെടുന്ന സീനൊക്കെ കാണുമ്പോൾ ഇത് നമ്മളെ എന്തോന്നാ ഒരു എസ്കേപ്പ് ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. അഞ്ചോ ഒരു തുള്ളി വെള്ളം ഇല്ലാതെയും തണലില്ലാതെയും ആ വെയിലത്ത് എസ്കേപ്പ് ചെയ്യുന്ന സീനുകളൊക്കെ ഒരു വേറെ ലെവൽ ഓഫ് മേക്കിംഗ് ആണ്. ഇതിന്റെ DOP സിനിമാറ്റോഗ്രാഫറിനൊക്കെ വലിയ ഷൗട്ട് ഔട്ട് കൊടുത്തേ പറ്റുള്ളൂ. ആ ഫ്രെയിമുകളാണ് അങ്ങനത്തെ ലെവൽ ഓഫ് ഫ്രെയിമുകളാണ് ഈ സിനിമയിലുള്ളത്. അതായത് നമുക്ക് ഇതില് വെള്ളമില്ലാതെ അവർ എസ്കേപ്പ് ചെയ്യുന്നത് ചെറിയ കഥ ഈ സ്റ്റോറി വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പം അതില് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ അവർ എസ്കേപ്പ് ചെയ്യുന്നത്. അപ്പം ലിറ്ററലി എനിക്ക് അവിടെ ഇരുന്ന് വെള്ളം ദാഹിക്കുന്നു. ഇവര് ഒരു തുള്ളി വെള്ളം ഇല്ലാതെ ഇങ്ങനെയൊക്കെ പോകുന്ന കാണുമ്പോൾ ലിറ്ററലി എനിക്ക് അവിടെ ഇരുന്ന് വെള്ളം ദാഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഫീലാണ് ഈ സിനിമ തരുന്നത്. കുറച്ച് ട്രോൾ പേജുകളിൽ കണ്ട പോലെ തന്നെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, നമുക്ക് ഒരേ ഒരു പൃഥ്വിരാജേ ഉള്ളൂ. അത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അത് സത്യം തന്നെയാണ്. ആ ലെവൽ ഓഫ് ആക്ടിങ് ആണ് പൃഥ്വിരാജിന്റെ. ഈ സിനിമയിൽ കാണേണ്ടത് തന്നെയാണ്. ഭയങ്കര രീതിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. അത്രയ്ക്ക് ഡെഡിക്കേഷൻ ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി പുള്ളി ചെയ്തിട്ടുള്ളത്. അത് ഈ സിനിമയിൽ എല്ലാ മേഖലകളും ഫുള്ള് ആർട്ട്, ഡയറക്ഷൻ, മേക്കപ്പ്, സൗണ്ട് ഡിസൈനിങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കോസ്റ്റ്യൂം, എല്ലാ രീതിക്കും എല്ലാ ഒരു മേഖലകളും ഈ സിനിമയ്ക്ക് വേണ്ടി നല്ല രീതിക്ക് ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അതിന്റെ നല്ല ഔട്ട്പുട്ടും ഈ സിനിമയ്ക്കുണ്ട്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ആടുജീവിതം. സോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് സൈലന്റ് ആയിപ്പോകും. സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ സൈലന്റ് ആയിപ്പോകും. ആ നജീബ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നും. ആ അറബികളുടെ ഇടയിൽ പോയി പെട്ട്, അത് മാത്രമല്ല ഇങ്ങനെ പോയി പെട്ട് പോണവരുടെയും അവസ്ഥ നമ്മൾ ചിന്തിച്ചു പോകും. അവരിങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ നോക്കിയാലും എല്ലാവരും രക്ഷപ്പെടണമെന്നൊന്നും ഇല്ല. അവരുടെ ആ സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഈ സിനിമയിൽ നിന്ന് മനസ്സിലാവും, എന്തുമാത്രം അവർ കഷ്ടപ്പെട്ടു എന്നുള്ളത്. സെക്കൻഡ് ഹാഫിലൊക്കെ എന്ന് വെച്ചാൽ ട്രെയിലറിലൊക്കെ കണ്ട ഒരു എലമെന്റ് ഉണ്ട്. ആ കണ്ണാടിയിൽ ഒന്ന് മുഖം നോക്കിയിട്ട് ഇങ്ങനെ ആക്കുന്ന ഒരു സീനെ കൂടെ, അതൊക്കെ വേറൊരു ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സീനുകളൊക്കെയാണ് അതിലുള്ളത്. സൂപ്പറാണ്. ഈ സിനിമയിൽ നിന്ന് എല്ലാവർക്കും കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ, നാട്ടിലെ പട്ടിണിയും ദാരിദ്ര്യവും കാരണം കുറെ പേര് അന്യനാട്ടിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പോകുന്നവര് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതേപോലെ പോയി പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതായത് ഈ സിനിമയിലുള്ളതുപോലെ നമ്മൾ ഇവരുടെ ആരുടെയെങ്കിലും കയ്യിലൊക്കെ പെട്ടുപോയാൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ സർവൈവ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് പുറത്ത് വരണമെന്ന് ഇല്ല. അതുകൊണ്ട് നമ്മൾ പോകുന്ന ഏജൻസി വഴിയായാലും എങ്ങനെ ആയാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടുത്തെ മിനിമം നമുക്ക് ലാംഗ്വേജ് എങ്കിലും കുറച്ച് പഠിച്ചു വെച്ചിരുന്നാലേ നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നടക്കുള്ളൂ. ഇതുപോലെ ഈ സിനിമയിൽ കാണുന്ന പോലെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് സർവൈവ് ചെയ്യാൻ പോലും പറ്റുമെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ആരായാലും അന്യനാട്ടിലൊക്കെ പോയി ജോലി ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒരു കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ മൂവിയിൽ നിന്ന് മെസ്സേജ് തന്നു എന്ന് എനിക്കൊരു ഇത് തോന്നി. സോ ഫ്രണ്ട്സ്, ഇതാണ് സിനിമയെ പറ്റിയിട്ടുള്ള എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എന്നെ വിളിക്കുക. DK signing out.